അയ്യോ മക്കളെ അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല. അയ്യോ എൻ്റെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ പോയല്ലോ മക്കളെ. ഭയങ്കര നല്ല ജീവിതമായിരുന്നു മഞ്ജുവും ദിലീപിൻ്റെ. ഞാൻ കണ്ടതാണ്. അവരെ എത്രയോ കൊല്ലമായിട്ട് അറിയാം. ആ ആർട്ടിസ്റ്റ് എന്നെയും എൻ്റെ മകളെയും കണ്ടിട്ട് കാണാത്ത മാതിരി പോയി. ഇവിടെ ചങ്ങനാശ്ശേരി ബസ്സിൽ പോകുമ്പോൾ ഒരു ഹാൻഡ് ബാഗും ഇതും കാണും. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലേ, അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. പക്ഷെ എനിക്ക് നല്ല ധൈര്യമാണ് മക്കളെ. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ അപ്പം തന്നെ കഴിച്ച് അവൻ്റെ മുഖത്ത് തൊത്തി ഇടി വെച്ചു കൊടുത്തു. ഞാൻ എവിടെ പോണ നല്ല ചരക്ക്. എന്നെ അവൻ പീഡിപ്പിച്ച് 8 കൊല്ലം പീഡിപ്പിച്ച്, 3 കൊല്ലം പീഡിപ്പിച്ച്, 2 കൊല്ലം പീഡിപ്പിച്ചെന്ന്. അവൾക്ക് ഒറ്റ പ്രാവശ്യം പീഡിപ്പിക്കുമ്പോൾ അവൾക്ക് പറഞ്ഞൂടെ. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കാലടി ഓമന എന്ന് പറയുന്നത് നമ്മുടെ സിനി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ മാമിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇന്നും ഇന്നലെയും മുതലുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലേ, എത്ര വർഷം പഴയ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് മാഡത്തിന്റെ നാടകത്തെ പറ്റിയേ പറയാനുള്ളത്. മാഡം കുഞ്ഞുനാള് മുതല് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും കുഞ്ഞുനാള് മുതലേ ആദ്യമായിട്ട് മുല്ലപ്പന്തൽ എന്ന് പറഞ്ഞൊരു നാടകത്തിലൂടെയാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ ഈ അഭിനയ രംഗത്ത് വരുന്നത്. അപ്പോ ആ നാടകത്തിൽ ഒതുങ്ങിയോ? ഇല്ല. അതിനുശേഷം എന്തോരം സിനിമകളിലോട്ടാണ് മാഡം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ശുഭയാത്ര, പിന്നെ അതൊക്കെ എന്റെ ബാല്യത്തിലുള്ളതാണ്. എനിക്ക് പിന്നെ സതയം, സന്ദേശം, ഇതൊക്കെ കുറച്ചുകൂടെ അതിന് അല്ല ഇന്ന് ഓർമ്മയിൽ നിൽക്കുന്ന അതാണ്. പക്ഷെ കുഞ്ഞിലെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടാണ്. നാടകത്തിലാണ് റൊമാൻസ് ഒരു 4 ലവ് സീനെങ്കിലും കാണും. അതില് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണാം. പിന്നെ കെട്ടിപ്പിടിക്കണതും ഉമ്മ വയ്ക്കണതും സിനിമയിലൊക്കെ കെട്ടിപ്പിടിക്കണത് കറക്റ്റ് ആയിട്ട് തന്നെ. ഒരു അത്രയും അങ്ങോട്ട് പിടിക്കത്തില്ല, കാരണം 1 വർഷം മുഴുവനും പിടിക്കണ്ടേ. അപ്പൊ ഞാൻ നാടകത്തില് മരവിച്ചു പോവുകയാണ്. നമ്മൾ എന്നും കെട്ടിപ്പിടിക്കണം. അവസരം ആരും മുതലാക്കിയിട്ടില്ലേ ഇങ്ങനെ? നാടകത്തിലെ ഒരു മരവിപ്പ് പോലെയാണ്. അപ്പൊ മറ്റേ നമ്മളിങ്ങനെ പാടി വരും. അപ്പൊ ചേച്ചി പിന്നെ മറ്റേ കിണറിന്റെ അല്ലേ കൂടെ ചുറ്റി വരുമ്പോ അയാൾ അപ്പുറത്തൂടെ വരും. അപ്പൊ നമ്മൾ ചെന്ന് നമ്മളിങ്ങനെ അങ്ങനെ അപ്പൊ അയാൾ പറയും നിന്നെ കാണാൻ ഞാനും അതുപോലെയാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ. സിനിമയിലെന്നു പറഞ്ഞാൽ അത്രയും അങ്ങോട്ട് വീണ് അഭിനയിക്കണ്ട. നമ്മളങ്ങനെ കെട്ടിപ്പിടിക്കുന്ന. പിന്നെ ചിലതിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ചില ആളുകൾ പറയില്ലേ, ഷോ ഞാൻ അതിനോട് ലയിച്ചു പോയി കേട്ടാ, യോ ഇപ്പോഴും ആ കഥാപാത്രം എന്റെ അടുത്തുനിന്ന് പോയിട്ടേ ഇല്ല. അയ്യോ അതൊക്കെ ചുമ്മാതല്ലേ മക്കളെ അത് പറയണത്. ഇപ്പൊ എന്റെ പേരക്കുട്ടി ഒരു കഥാപാത്രം, എന്റെ പേരക്കുട്ടി ഇങ്ങനെ ഞാൻ അതുവരെ ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞ് എങ്ങനെ എന്തോ ആ കുട്ടിയെ തൂങ്ങി നിൽക്കുന്നത് കാണിക്കുന്നു. അപ്പോഴ് എൻ്റെ അടുത്ത് ഓടി വന്ന് പറയാണ് ചേച്ചി അടുത്ത. അപ്പം ഞാനിവിടെ കളിച്ച് ചിരിച്ചിരിക്കുക. എൻ്റെ അടുത്ത് ഓടി വന്ന് പറയണം ചേച്ചി അടുത്തത് മറ്റേ മരിച്ചതാണ്, പേരക്കുട്ടിയുടെ കാലി കെട്ടിപ്പിടിച്ചെന്നാണ് എന്നിങ്ങനെ അതുവരെ ചിരിച്ചോണ്ടിരുന്നില്ല. അപ്പം ഞാൻ അങ്ങോട്ട് ഓടി, അയ്യോ മക്കളെ അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല. അയ്യോ എൻ്റെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ പോയല്ലോ മക്കളെ, ഒരു വാക്ക് നീ ഇത് പറഞ്ഞിട്ട് നമ്മളങ്ങ് അറിയാതെ ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ സ്വന്തം പേരക്കുട്ടി നിൽക്കണായിട്ടാണ് അപ്പം നോക്കുന്നത്. നമ്മൾ അതുവരെ ഇവിടെ ഇരിക്കുക. പിന്നെ അത് ടേക്ക് ഓക്കെ ആയില്ലെങ്കിൽ വീണ്ടും കൊടുക്കാമല്ലോ. പക്ഷെ നാടകത്തിൽ അത് പറ്റത്തില്ല. നാടകത്തില് ഈ നമ്മൾ ചുടു ദോശ ഇട്ട് കൊടുക്കണ പോലെ. ഗ്ലിസറിൻ അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് ഗ്ലിസറിൻ വേണ്ട, നാച്ചുറൽ. ഇപ്പൊ തന്നെ ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞില്ലേ. അതുപോലെ നമ്മളറിയാതെ തന്നെ സത്യമായ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളറിയാതെ നമുക്ക് വേദന ഉണ്ടാവും. അതുണ്ടാവും. എനിക്ക് ഞാൻ പിന്നെ സെന്റിമെന്റ്സിന്റെ ആളാ. വല്ലവരെയും ദുഃഖത്തിൽ കേട്ട് കരയാനും പിന്നെ തീർച്ചയായിട്ടും എല്ലാ. കാരണം ഞാനും ഇവിടെ ദിവസം ഒരു 50 രൂപ വെച്ചേക്കെ ഈ വീട്ടിൽ വരുമ്പോ ഇവിടെ വെച്ചേക്കും. അമ്മ ട്രിവാൻഡ്രംകാരിയാണ്. താമസം, കല്യാണം കഴിച്ചതും എല്ലാം. അപ്പം മധു സാർ എന്തായാലും അയൽവക്കക്കാരനാണല്ലോ. എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു മധു സാറുമായിട്ട്? ഏതെങ്കിലും സിനിമകളിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടോ? മധു സാർ ഉണ്ടല്ലോ, ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇന്നസെന്റ് ഏട്ടൻ ഏറ്റവും കൂടുതൽ കാലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഇന്നസെന്റ് ഏട്ടനാണ് അമ്മയുടെ പ്രസിഡന്റ്. എപ്പോഴും കണ്ടില്ല ഫോട്ടോ, ഞാൻ എപ്പോഴും നോക്കും. എനിക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയപ്പം ഈ 4 പേര് ചേർന്നിരിക്കില്ലേ, മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ ഇന്നസെന്റ് ഏട്ടൻ, പിന്നെ നമ്മുടെ ദിലീപ്. ഈ ഒരു ഇതിനി എനിക്ക് എത്ര കാലം ഒരിക്കലും കിട്ടത്തില്ല. എനിക്കന്ന് അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ എന്നെ ആദരിച്ചതാണ് അവരെല്ലാവരും കൂടെ. അപ്പം മധു സാറിനെ എനിക്ക് ചെറുപ്പം പോലെ അറിയാം.
മധുസാറ് ഞാൻ കാണുമ്പോൾ ക്രിസ്ത്യൻ കോളേജിൽ അവിടെ നിന്നൊക്കെ വന്നതാണ്. അവിടുത്തെ കോളേജ് ലെക്ചറായിട്ടൊക്കെ വന്നതാണ്. അപ്പം ഞാനൊരു നാടകം കളിച്ചിട്ടുണ്ട് മധുസാറിൻ്റെ കൂടെ. അന്ന് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഭാര്യ രാജലക്ഷ്മി ചേച്ചി അപ്പുറത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ സാറിൻ്റെ കൂടെ ഒരു നാടകം കളിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് എനിക്കിപ്പോൾ അറിയില്ല. പിന്നെ സിനിമയിൽ ഒരുപാട് അഭിനയിച്ചു. ഞങ്ങൾ അവസാനം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചത് ആഘോഷം എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. പൂജപ്പുരയായിരുന്നു എൻ്റെ ലൊക്കേഷൻ. പിന്നെ ഞാൻ മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ, കുഞ്ചാക്കോ ബോബൻ, ആ ഫോട്ടോ ഒക്കെ നോക്ക്, ഞാൻ പിള്ളേരെ കൂടെ അഭിനയിച്ചതൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ വലിയ എല്ലാവരും ഈ ചെറിയ പിള്ളേരും മുതൽ വലിയ ആർട്ടിസ്റ്റുകളെ വരെ കൂടെ ചെറുതും വലുതുമായിട്ട് അമ്മ അമ്മായിയമ്മ, അയലോക്കക്കാരി, നാട്ടുകാരി, ബന്ധുക്കള്, പിച്ചക്കാരി, തെണ്ടി, അങ്ങനെ പല ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത എന്തെങ്കിലും ഒരു ക്യാരക്ടർ? എനിക്ക് സീരിയലാണോ അത്രയും, അല്ലെങ്കിൽ ജോലിയായി സീരിയല് വയലാർ മാധവൻകുട്ടി സാറ് സംവിധാനം ചെയ്ത എൻ്റെ ലൈഫിൽ മറക്കാനാവാത്തത് ജോലിയായി സീരിയല്. മമ്മൂട്ടിയായിരുന്നു സാറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. ആ സമയത്തുള്ള ഫോട്ടോയാണ് എൻ്റെ മമ്മൂട്ടി ഭാര്യയും ഒക്കെ ഉള്ളതാണ്. അന്നിരുന്ന ഞാൻ പഴയ മമ്മൂട്ടി. അപ്പൊ അന്ന് പ്രൊഡ്യൂസറാ. അതിപ്പോ 26 വർഷം ആവണല്ലോ. അതല്ല, അപ്പൊ ആ ജോലിയായാലും എനിക്ക് അടിപൊളി ക്യാരക്ടറായിരുന്നു. അതാണ് എൻ്റെ സീരിയലിൽ മറക്കാനാവാത്ത. പിന്നെ എല്ലാതും ഒരു സീരിയലും കൂടെ ഉണ്ട്. ഞാൻ ജനാർദ്ദനൻ ചേട്ടൻ്റെ കൂടെ, കരമന ജനാർദ്ദനൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച അടിപൊളി ഒരു സീരിയലാണ്. അന്നൊക്കെ 13 എപ്പിസോഡായിരുന്നു. അത്രേ ഉള്ളൂ. ചെറിയ സീരിയൽ ദൂരദർശന്റെ തുടക്കം പോലെ ഞാൻ അതിന്റെ സ്റ്റാറാണ്. ഇപ്പോഴും ഞാനൊരു ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ ഞാൻ ഒരു ഇതിനോ ഞാൻ റോട്ടിൽ നിന്ന് ദീപ സത്യമായിട്ട് പറയണ മോളെ ആ ഓട്ടോക്കാരൻ കൊണ്ടുവയ്ക്കണം, അമ്മ എവിടാ പോണ്ടേ? അപ്പം ഞാൻ പറയും ജഗതിയിൽ മറ്റേ ഇതാണെന്ന് പറയണം, ഊബറൊന്നും പിടിക്കണ്ട. അല്ലെങ്കിൽ ഏതെങ്കിലും കാറുകാരൻ പോകുമ്പോൾ എവിടാ ചേച്ചി പോണേ? ഞാൻ പറയും പാളെ, ചേച്ചി കയറിക്കോ എന്ന് പറയും. അപ്പം ഞാൻ പറയില്ല, മക്കൾ പോയിക്കോ അവിടെ വരെ, എനിക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ ഞാൻ കയറത്തില്ല. അവർക്ക് എന്നെ അറിയാമല്ലോ, എനിക്ക് അവരെ അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെ റോഡിൽ നിന്നാലും എല്ലാവരും ഫ്രീ ആയിട്ട് കൊണ്ടുപോകും, ഫ്രീ ആയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇറക്കും. പിന്നെ എൻ്റെ മകൾക്ക് നേരമില്ല, അവൾ രാവിലെ 6:15 ട്രെയിനിന് പോയാൽ ആ കുട്ടി വന്ന രാത്രി 8:30. അപ്പോൾ പൂജപ്പുര ഇവിടെ വന്നിരുന്ന എനിക്ക് എല്ലാത്തിനും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ നാട് ഇവിടെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും ഈ പരിചയക്കാരത്രയും എൻ്റെ പ്രിയപ്പെട്ടവരാണ് എല്ലാ കാര്യത്തിനും. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരി സെറീന ചായ കൊണ്ടുവന്ന് വിളിച്ചു, ചേച്ചി എണീറ്റോ എന്ന് ചോദിച്ചു. ഇന്നലെ ആ മരണമൊക്കെ കേട്ടിട്ടേ ഞാൻ 10:30 ശേഷമാണ് എണീറ്റത്. അപ്പോൾ അവർ വിളിച്ച് ചോദിക്കണം, എൻ്റെ മക്കൾ വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ അയൽവക്കക്കാരെ വിളിക്കണം. അവർ പറയും എന്നെ ഓൺലൈനിൽ കണ്ടില്ലെങ്കിൽ അവരൊക്കെ അന്വേഷിക്കും. അത് എൻ്റെ എല്ലാവർക്കും ഒരു സ്നേഹമുണ്ട്. എല്ലാവരുടെ കാര്യത്തിനും ഞാൻ ഓടിയെത്തും. അവരൊക്കെ എന്നോടും അങ്ങനെ തന്നെയാണ്. എനിക്ക് ആരോടും ഒരു ശത്രുതയില്ല. എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. പിന്നെ ഇന്ന് വരെ ഒരു മീഡിയയിലും ഒരു പത്രത്തിലോ ദൈവമേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കണം, പറയാൻ പറ്റില്ല. ഒരു മോശമായ ഒരു കമൻറ്റോ കാലടി ഓമന എങ്ങനെ, അല്ലെങ്കിൽ കാലടി ഓമന അങ്ങനെ, കാലടി ഓമനയുടെ മക്കൾ ഇങ്ങനെ, അല്ലെങ്കിൽ അവരങ്ങനെ ഒന്നും വന്നിട്ടില്ല. കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു മീഡിയയിൽ ഒരു മോശമായതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഏത് മീഡിയക്കാരും എന്നോട് ചോദിക്കും ചേച്ചി ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആണെങ്കിൽ അങ്ങ് മലയൻകീഴ് വരണ്ടേ, അപ്പം ഞാൻ തന്നെ പറയും ഞാൻ പൂജപ്പുര വരാമെന്ന്. അവരെന്തിനാണ് ഈ 10 കിലോമീറ്റർ അവിടെ ഓട്ടിക്കുന്നത്? അപ്പോൾ അവരിവിടെ വരും. പിന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് നാളിലൂടെയൊക്കെ അല്ലേ ഉള്ളൂ എനിക്ക് ജീവിതം. അപ്പം എത്ര പ്രാവശ്യം കൊന്നു മക്കളെ. അയ്യോ, ഈയിടയ്ക്ക് സംഭവം നടന്നു കേട്ടോ. ഇപ്പോഴേ 3-4 ദിവസമേ ആയുള്ളൂ. 2 വിദേശികളായ എൻ്റെ 2 സുഹൃത്തുക്കൾ അവിടെ വേറെ ആരോ പറഞ്ഞെന്ന് മാരക രോഗത്തിന് അടിമപ്പെട്ട് അവർ കഷ്ടം തളർന്ന് എല്ലാം പോയി കിടക്കണം. അപ്പോഴും ഞാൻ ഇവിടെ ഓടി നടക്കുവാണ്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മളെല്ലാവരും പറയും ഈശ്വര നല്ലത് വരട്ടെ മോളെ, മീനു നിനക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ, നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞില്ല. മീനു ശരിയല്ല കേട്ടോ. അയ്യോ അവൾ അങ്ങനെ ഒന്നുമല്ല. ഇതിങ്ങനെ പറയുമ്പോ എനിക്ക് സന്തോഷം. അത് ശരിയല്ല മക്കൾ, അങ്ങനെ ഒന്നും പറയരുത്. നമ്മൾ ആരെയും അങ്ങനെ ഒരു തരം താഴ്ത്തിയോ, നന്നായിട്ട് ജീവിക്കുന്നവരെ അവർ കുഴപ്പമില്ല കേട്ടോ. അവരാരെയും ഞാൻ എൻ്റെ മക്കളെയും മരുമക്കളെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പെൻഷനുണ്ട് എനിക്ക് പിന്നെ അമ്മയിൽ നിന്ന് കൈനീട്ടം കിട്ടുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി എനിക്ക് റെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ സുഖമായിട്ട് ജീവിക്കുകയല്ലേ.
പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ ദാരിദ്ര്യം പറഞ്ഞ് അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റേണ്ട കാര്യമുണ്ടോ? അമ്മ 2 ജനറേഷൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും കൂടെ ഉള്ള ചില അനുഭവങ്ങളൊന്നും പറയാം. ഞാന് ഏതൊക്കെയാ സിനിമകൾ? ഞാന് പിന്നെ പുള്ളിയുടെ കൂടെ ലാലിന്റെ ആദ്യം പറയാം. ലാലിന്റെ 2-3 സിനിമ ചെയ്തെങ്കിലും അത് സതയമാണ് മറക്കാനാവാത്ത. ഇപ്പം മോഹൻലാലിനെ കുറിച്ചാണെങ്കിൽ ഞങ്ങളുടെ അടുത്താണ്, ഒരു പ്രൊഡ്യൂസറാണ്. ലാലിൻ്റെ അമ്മ ശാന്തകുമാരി ചേച്ചിയായിട്ട് ഭയങ്കര കൂട്ടാണ്, നല്ല സ്നേഹമാണ്. തളർന്ന് വീഴുന്നത് വരെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അയ്യോ എന്തൊരു നല്ല ഇതാണ്. അതുപോലെ അച്ഛൻ, എൻ്റെ മകളുടെ കല്യാണ തലേ ദിവസം ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോയി വിശ്വനാഥൻ സാറിൻ്റെ കാലിൽ തൊഴുത് അവൾ അനുഗ്രഹവും വായിച്ചു. അപ്പോഴേ ലാലിൻ്റെ അമ്മ പറയണ പിന്നെ ചേട്ടാ അല്ല അണ്ണ എന്നാണ് പറയുക, വിശ്വനാഥണ്ണ ഓമനേരെ മോളാണ്, ഇത്തിരി ഓർമ്മക്കുറവ് പോലെ ഉണ്ടായിരുന്നേ. അവളുടെ ഓമനേരെ മോളാണ് കേട്ടോ, അവളെ അനുഗ്രഹിക്കുക. അപ്പോൾ അവൾ കാലിൽ തൊട്ടപ്പോൾ എൻ്റെ മീനുവിനെ കൈ വെച്ച് ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് അവൾക്കൊരു ഗിഫ്റ്റ്, ഒരു ക്യാഷ്, ഒരു കവറ് കുഞ്ഞിന് കൊടുത്തു. പിന്നെ കിളിനാദം പോലത്തെ ശബ്ദമാണ് ലാലിൻ്റെ അമ്മയുടെ കേട്ടോ, ഒരു കൊച്ചു പെൺകുട്ടി സംസാരിക്കണ പോലെയാണ്. നല്ല നല്ല ശബ്ദവും നല്ല സ്നേഹമുള്ളതാണ്. ആര് പോയാലും ഒരു ഗ്ലാസ് മോരും വെള്ളമെങ്കിലും കൊടുക്കാതെ വിടത്തിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ചില കാര്യങ്ങളാണ്. എന്ത് പാവം ഒന്നും ചെയ്തിട്ടില്ല, തളർന്ന അമ്മ കിടക്കുന്നില്ലേ, എത്ര പൊന്നുപോലെ ആ മോഹൻലാൽ നോക്കുന്നത്. അത് ഭയങ്കര ഭക്തി കൊണ്ടാണെങ്കിലും, മോഹൻലാലിൻ്റെ ഭക്തിയാണെങ്കിലും, അമ്മയെ നോക്കുന്നതാണെങ്കിലും, കഷ്ടപ്പെട്ടവരുടെ ഒരു ദുഃഖം അറിഞ്ഞാൽ അവരെ സഹായിക്കുന്ന, ആരും ചെവിക്ക് ചെവി അറിയാതെ സഹായിക്കും. അത്ര നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് മോഹൻലാല്. ഇത്രയും വർഷമായിട്ട് ഒരു ബിഗ് സ്റ്റാർസിൽ ഒരാളായിട്ട് അയ്യോ ദൈവമേ മറക്കാൻ പറ്റത്തില്ല. ഈ അടുത്ത സമയത്ത് ഗൾഫിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പുള്ളിയുടെ ഒരു പടം വരച്ചിട്ട് ആഗ്രഹമായിരുന്നു, ഇത് മമ്മൂട്ടിയുടെ പടം വരച്ച പോലെ തന്നെ ലാലിൻ്റെ പടവും വരച്ചു തന്നു. 2 വർഷമായി. പക്ഷെ എനിക്കത് പുള്ളിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ മീറ്റിങ്ങിന് പോയാലും നമുക്ക് കൊടുക്കാനായിട്ടുള്ള അപ്പം ഗ്യാപ്പ് കിട്ടിയില്ല. ഇപ്പം പത്മരാജ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ആഘോഷിക്കുന്നത് ഇപ്പോഴേ 2 മാസം പോലും ആയില്ല. ട്രിവാൻഡ്രത്തായിരുന്നു ടാഗോർ തിയേറ്ററിൽ. ഞാൻ ഇതിന് നല്ല വെയിറ്റാ, ഞാൻ ഇതും തൂക്കി പിടിച്ച് ഒരാളിനെ കൊണ്ടുപോയി നമ്മുടെ കാറിൽ വെച്ച് ഇതവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കണു. പത്മരാജ സാറിൻ്റെ ഭാര്യ രാജ ചേച്ചിയും മകള് പിന്നെ ആ കുട്ടിയില്ലേ, അയ്യോ മീനാക്ഷി അല്ലല്ലോ, അയ്യോ ആ മോളും പിന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന മാധവി, ആ കൊച്ചും അടുത്തിരിക്കണം. ഈ ലാലിൻ്റെ വരച്ച പടം എൻ്റെ ഇങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ട് ഞാൻ മാധവിക്കുട്ടിയോട് പറയാം, മോളെ ഈ ലാലിൻ്റെ ഒരു പടം വരച്ചിട്ട് 2 വർഷം കൊണ്ട് കൊണ്ടു കിടക്കുക, ഇന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ. അപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു സുഹൃത്തുണ്ട്. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, മോനെ ഇന്ന് ലാലിന് ഇതൊന്ന് കൊടുക്കാൻ പറ്റുമോ? ഓ പറ്റുമെന്ന് തോന്നുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നവരെല്ലാം എന്നെ അടുപ്പിക്കുന്നില്ല, ഇല്ല ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുക. ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു ഉൾവിളി പോലെ തോന്നി, എന്തിനാണ് ഇവരോടൊക്കെ ചോദിക്കുന്നത്? ലാസ്റ്റ് പറഞ്ഞ് ഇങ്ങോട്ട് ഞാൻ ഫ്രണ്ടിലല്ലേ ഇരിക്കണം, ഈ എടുക്കാൻ വയ്യാത്ത ഈ ചാക്ക് കെട്ട് പോലെയുള്ള ഇതും എടുത്തോണ്ട് ഞാൻ ഓടി അങ്ങോട്ട് കയറുവാണ്. അവിടെ വെച്ച് തന്നെ എനിക്ക് നേരിട്ട് കണ്ടു, ഇത് കൊടുത്തോടെ തന്നെ പുള്ളി വാച്ചപ്പോൾ പുള്ളിക്കും കൈ താങ്ങാൻ വയ്യ. അടുത്ത് നിൽക്കുന്ന മറ്റേ ആൻ്റണി പുള്ളിയുടെ കയ്യിലും വേറെ കൂട്ടുകാരനുണ്ടായിരുന്നു, ഇത് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ 2 കൂടെ ഫോട്ടോ ഇടും. അപ്പം ദൈവത്തിൻ്റെ നിയോഗം അങ്ങനെ. പക്ഷെ മമ്മൂട്ടിയുടെ ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല, കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ചിലപ്പോൾ ഇനിയുള്ള കൂടിക്കാഴ്ചയിൽ ഇത് കൊടുക്കാൻ പറ്റുമായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറയുവാണെങ്കിലേ, ലാലെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അപ്പം നമുക്ക് ചെവി ഇങ്ങനെ തരും. അപ്പം നമ്മളൊരു കാര്യം പറയാൻ പുള്ളിയുടെ അടുത്ത് വേദിയിലിരിക്കുമ്പോൾ, അമ്മയുടെ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ പുള്ളി ഇവിടെ ഇരിക്കുവാണെന്ന് വെച്ചോ, അപ്പം ഞാൻ തൊട്ട് ബാക്കിലിരിക്കുവാണ്. അപ്പം ഞാനൊന്ന് പറയാൻ പോകുമ്പോൾ ബാക്കി പെണ്ണുങ്ങൾക്കും പറയാനുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇതിപ്പോൾ പറയാൻ എപ്പോൾ പറയാൻ എന്നിങ്ങനെ വയ്ക്കും. അപ്പം ഇപ്പം ഇവിടെ തുണ്ട് തന്ന പോലെ ഞാനൊരു ചെറിയ ഒരു ഇതിട്ട്, ലാലു എനിക്കൊന്ന് ഒരു കാര്യം പറയാണ്ട് ഇങ്ങനെ ചെട്ടി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പം എണീറ്റ് നിന്നിട്ട് ചോദിക്കും, എന്താ ചേച്ചി എന്ന് ചോദിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ട്, എനിക്ക് വേറെ ഒന്നും ചോദിക്കാനോ അങ്ങനെ ഇതൊന്നും വേറെ ആരുടെയെങ്കിലും. ഞാൻ പറയും, ഇങ്ങനെ ആതുരാലയത്തിൽ ഒരു അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം, അവരുടെ കുട്ടി 10-20 വർഷം കൊണ്ട് കിടപ്പിലാണ്, തിരുവനന്തപുരത്ത് എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ അവർക്കൊന്ന് വന്ന് കാണാൻ വേണ്ടി. ഇങ്ങനെ അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനോ എടുക്കാനോ ഒന്നുമല്ല. അപ്പോൾ പുള്ളി പറയും, ശ്രമിക്കാൻ ചേച്ചി. അത് ഉടനെ ഞാൻ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കും. നമ്മളങ്ങനെ ഇപ്പം മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂട്ടി എടുത്തുന്നത്
ഓ അപ്പൊ എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ ചോദിക്കും എന്താണ് കഴിക്കുന്നത്, അല്ല ഈ ഇതിന്റെ രഹസ്യം എന്താണ്, ഈ ഗ്ലാമറിന്റെ ചുമ്മാ വെറുതെ കളിയാക്കാം. അപ്പൊ ഞാൻ ചുമ്മാന്ന് പറയും ഗൂസ്മാന്റെ രസായനം കഴിക്കണം എന്ന് പറയും ഇങ്ങനെ. അപ്പൊ ഞാൻ അവിടെ എല്ലായിടത്തും ഓടിച്ചാടി അങ്ങനെ നടക്കണ എന്നെ ആൾക്കാർ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാ. അതിനി എന്തായാലും ആ ഒരു കാര്യം പോകും, കാരണം ഈ ഇന്റർവ്യൂടെ എല്ലാരും അറിയും. അല്ല ഇന്നലെ നമ്മൾ അവിടെ ഇരുന്നില്ലേ, അപ്പൊ ഒരു മഞ്ഞ ഷർട്ടിട്ട് ഒരു പയ്യൻ, ഷാജി എന്നാണ് അവന്റെ പേര്, പിന്നെ വേറൊരു പയ്യൻ മഹേഷ് എന്നാണെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും വന്നിട്ട് ചോദിച്ചു, ഓ ചേച്ചി ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യം. അപ്പം ഞങ്ങൾക്ക് ഈ എന്ത് പറ്റി മക്കളെ? ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല ഇപ്പം ഈ അടുത്ത സമയത്ത് ചേച്ചി പല പ്രാവശ്യം പിന്നെ ഇവിടെ ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മറുപടിയെ എന്ത് എളുപ്പമാണ് മക്കളെ, ഈ ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ശാന്തി കവാടമാണ്. ആ പെട്ടെന്ന് അങ്ങോട്ട് പോകാനും. അപ്പോഴും ഞാൻ അവിടെ കിടന്നുകൊണ്ട് പറയും നിങ്ങൾ ആരും ഇപ്പോഴാണ് ഞാൻ മരിക്കേണ്ടത്, നിങ്ങൾ എന്നെ എത്ര നാളിന് മുമ്പേ കൊന്നെന്ന് ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ തമാശ പറയണത്. പിന്നെ എൻ്റെ മനസ്സിനകത്തുണ്ട് ഒരു 2 കൊല്ലം കൂടെ ഒക്കെ കാണും, അത്രയൊക്കെ പോരെ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മീഡിയക്കാർ വരാനും എല്ലാവരും വരാനും ഒക്കെ പറഞ്ഞു അയ്യോ പാവം അമര ചേച്ചി ചിരിച്ചുകൊണ്ട് ആ വലിയ പൊട്ടും ആ ചന്ദനവും ആ കണ്ണടയും ആ ഒരു പാട്ടും ആ ഒരു ഇതും എന്ത് രസമായിരുന്നു, എന്ത് നല്ല പാവമല്ലേ ചേച്ചി എന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഓ ഞാൻ വൈകി പോയില്ലേ, എൻ്റെ ബാസ്ചേട്ടൻ എത്ര നാളുകൊണ്ട് എന്നെ കാത്തു കിടക്കുക, ഒരു സ്വപ്നം പോലും കണ്ടിട്ടില്ല ബാസ്ചേട്ടനെ കുറിച്ച് ഇന്ന് വരെ. അതെന്താ മക്കളെ? അത് സ്വപ്നം കാണാൻ വേണ്ടി ആള് ദൂരെ പോയിട്ടില്ലല്ലോ, അയ്യോ ഒരു സ്വപ്നം പോലും കണ്ടിട്ട് എത്ര കാലം ഞാൻ നമ്മളെ കല്യാണ ഫോട്ടോ അടുത്ത് വെച്ചുകൊണ്ട് കിടക്കുമായിരുന്നെന്ന്. പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞാൽ നല്ലതല്ല. ഇപ്പം ഞാൻ ചിന്തിക്കാറേ ഇല്ല. ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ ഞങ്ങൾ കാണുമല്ലോ, അങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് ഞാൻ. ഹെൽത്തി ആയിട്ടിരിക്കുന്നത് നല്ല കാര്യം. ഇപ്പം അത് എനിക്ക് ഒരു അസുഖവും ഇല്ല. ഞാൻ നല്ല സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എൻ്റെ മക്കളെ ഒന്നിനും ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, മരുമക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യം സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നു. ഞാൻ പോകുന്നു, എന്നെ വിളിക്കുന്നവരുടെ ഫംഗ്ഷന് പോകുന്നു, കല്യാണത്തിന് പോകുന്നു, 28-ന് പോകുന്നു, അവരുടെ വീട്ടിൽ പാല് കാച്ചിന് പോകുന്നു, ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നു. ഉദ്ഘാടനം ഒരു മാസം ഒരു 8-10 അമ്പലത്തിലെ ഉണ്ടാകാറുണ്ട്. അവർ പൈസയും തരും. അവിടെ പൈസയ്ക്കൊന്നും ബാർഗെയിൻ ചെയ്തൊന്നുമില്ല. നമുക്ക് ദൈവം ഇത്രയൊക്കെ തന്നില്ലേ, ഞാൻ അങ്ങനെ ഒന്നും എനിക്ക് പിന്നെ ഞാൻ പറയും മെമ്മൻ്റെ ഒന്നും വേണ്ടാന്ന് പറയും. എന്താണെന്നറിയാം, ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല മക്കളെ. അപ്പം ഇതുകൊണ്ട് ഞാൻ അവരോട് പറയും മക്കളെ എനിക്ക് വെക്കാത്ത നിങ്ങൾ നോക്കി ജനലിൻ്റെ അവിടെയൊക്കെ പറക്കി വെച്ചിരിക്കുന്ന കണ്ടോ. അപ്പം എൻ്റെ മോൻ പറയണം അമ്മ അവിടെ നിന്ന് അങ്ങറ്റം വരെ അത് അടിക്കുക ഇവിടുന്ന് അടിക്കാം 5000 രൂപയുടെ ചിലവേ ഉള്ളൂ. ഉടനെ ഞാൻ പിന്നെ ഇനി ഇതിൻ്റെ മുകളിൽ കയറി ഞാൻ തുടയ്ക്കാൻ വേണ്ടി ഏണി വെച്ച് കയറണം, ഞാൻ മറിഞ്ഞ് വീണ് കാലൊടിഞ്ഞ് കിടക്കണം, ഇവിടെ കിടക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എന്തിനാ, എനിക്കിനി ഇതൊന്നും വേണ്ട. അതുകൊണ്ട് വിളിക്കുന്നവരോട് പറയും മക്കളെ മൊമ്മൻ്റെ വേണ്ട, എനിക്ക് തരല്ലേ, എൻ്റെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല. ഞാൻ പറയുന്നവർക്ക് നിങ്ങൾ എനിക്ക് തരണ പൈസ അവർക്ക് കൊടുത്താൽ മതി. ഒരുപാട് പേരുണ്ട് എൻ്റെ ഗ്രൂപ്പിൽ തന്നെ, അവരുടെ പരിചയത്തിലുള്ളവരും കഷ്ടപ്പെടുന്നവരില്ലേ. ഒരു കാലത്ത് ഞാൻ കഷ്ടപ്പെട്ടില്ലേ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതില്ലേ. സ്വന്തമായിട്ട് വീടില്ല, കയറി കിടക്കാടില്ല, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞ അവരെ ഫോൺ നമ്പർ കൊടുക്കും. അപ്പം അത് നല്ലതല്ലേ? എനിക്ക് വേണ്ട. അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പം നമുക്ക് മരുന്ന് അമ്മയിൽ നിന്ന് ഫ്രീ തരും ഞങ്ങളുടെ സംഘടന. ആശുപത്രി ചെന്ന് കിടന്നിട്ട് ബില്ല് കൊടുത്താൽ അവരടച്ചോളും. പിന്നെ കഴിക്കാനുള്ള ആഹാരത്തിൻ്റെ വകയുണ്ട്. ഒരു കയറി കിടക്കാൻ ഇവിടെ 10 അടിയല്ല, ഇത്രയും ഒരു സ്ഥലമുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്താ വേണ്ടേ? പിന്നെ മാരക രോഗങ്ങളൊന്നും ഇല്ല. മാരക രോഗം എന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പം മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും മാരക രോഗം വന്നു, ആള് രക്ഷപ്പെട്ടു, എല്ലാം ചെയ്തു. അപ്പൊ ആള് നല്ല രീതിക്ക് നടന്നു, പുള്ളി നന്നായിട്ട് നടക്കണം. നല്ല അപ്പൊ ഇപ്പൊ ഒരുപാട് സിനിമാ താരങ്ങൾ ഇങ്ങനെ അസുഖങ്ങൾ വന്ന് അതെന്താന്നറിയാം. അത് ഇപ്പം ബാലങ്കരി നമ്മുടെ കൂടെയുള്ള ഒരുപാട് നടന്മാർക്ക് ക്യാൻസറിന്റെ ഒരു നമ്മൾ അറിയാതെ പോണതാണ് ഉണ്ട്. അവർ വർഷങ്ങളായിട്ട് ഈ ലൈറ്റിലും അതിലും ഒക്കെ നിന്ന് ആ ഫുഡിന്റെ ഇതിൻ്റെയൊക്കെ കൊണ്ടായിരിക്കാം. സത്യൻ മാഷിന്റെ കാലം മുതലേ അത് നമ്മൾ കേൾക്കുന്നതല്ലേ. അപ്പോൾ ഒരു ക്യാൻസറിന്റെ എന്തെങ്കിലും ഒരു ഡോക്ടർ ഗംഗാധരൻ ആ സാറിൻ്റെയൊക്കെ ഞാൻ ഇത് വായിക്കാറുണ്ട്. അവരൊക്കെ പറയുന്നത് നമ്മൾ അറിയാതെ പോണതാണ്. ഇപ്പം നമ്മുടെ അടുത്ത് പറയണ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഒരുപാട് പേർക്കുണ്ട്, യൂട്രസിൻ്റേത്. അവരൊക്കെ പറയുന്നു നമ്മൾ പോയി പരിശോധിക്കാത്തത്. ഞങ്ങളുടെ TV സംഘടനയും സിനിമാ സംഘടനയിലും എല്ലാ കൊല്ലവും ചെക്കപ്പുണ്ട്. ആ ചെക്കപ്പൊക്കെ ഉണ്ടായിട്ട് പോലും പലരും അറിയാതെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടൈം പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് അവസാന കാലത്ത് ഒരിക്കലും എന്തെങ്കിലും ഒരു അസുഖവും അങ്ങനെ വന്ന് മരിക്കുമ്പോഴേ എൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ അടുത്തുണ്ടാവുമല്ലോ. അവരോട് ഞാൻ പറയും, മക്കളെ ഐസിയുലൊന്നും കൊണ്ടുപോയില്ലേ, ഞാൻ തണുത്തും മരവിച്ച് കിടന്ന് ഞാൻ അവിടെ കിടന്ന് കുഞ്ഞുണ്ണി പിന്നെ മഞ്ചരി മീനാക്ഷി എന്നൊക്കെ കിടന്ന് ഞാൻ നിലവിളിക്കും. എന്നെ അങ്ങനെ ഇടയിൽ അസുഖം ഭയങ്കര എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ളതൊക്കെ കുടിച്ചും എടുത്തും ഒക്കെ അങ്ങല്ല, നിങ്ങൾ അവിടെ കൊണ്ടിട്ടാൽ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല എന്ന് ഞാൻ അവരോട് പറയും. ഇത്രയും വർഷം ജീവിച്ചതിൻ്റെ ദൈവത്തിൻ്റെ ബോണസ് അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന ഓരോ നിമിഷവും ബോണസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ കാര്യം കഷ്ടമായിരിക്കും. എന്താണെന്ന് ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ ബോംബെയിൽ നിന്ന് അവർ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ ഇവിടെ എത്തണമെങ്കിൽ 5-6 മണിക്കൂർ എടുക്കും. കരുനാഗപ്പള്ളിയിലിരിക്കുന്ന എൻ്റെ മകൾ കാർ മാർഗം വന്നാലും ട്രെയിൻ മാർഗം വന്നാലും 5-6 മണിക്കൂർ എടുക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈശ്വര എന്തുവാണോ എന്തോ ഈ പിള്ളേരൊക്കെ. ഏതായാലും എൻ്റെ മക്കളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറയും. പക്ഷെ എനിക്ക് എല്ലാ എൻ്റെ അയൽവക്കക്കാരാണെങ്കിലും എൻ്റെ എല്ലാവരും അവർ നോക്കിയിട്ട് പറയും, ഓമൻ ചേച്ചിയെ കണ്ടില്ല, ഓമനാമ്മയെ കണ്ടില്ല. പിന്നെ എൻ്റെ കൂട്ടായ്മ സൗഹൃദം അടിപൊളിയാണ്. അതിനകത്ത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ വോയിസ് കൊടുക്കുന്ന രാജനുണ്ട്, ഹരിദാസുണ്ട്, അനിൽ ആലപ്പിയുണ്ട്, പിന്നെ രൂപേഷുണ്ട്, പൗലൂസ് കാച്ചപ്പള്ളിയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സുസ്മിതയുണ്ട്, വിജയകുമാരിയുണ്ട്. അയ്യോ എനിക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒരു നേരം നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ ഈവനിങ് ഉച്ച നമസ്കാരമൊക്കെ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾക്ക് ഇഷ്ടഗാനങ്ങളാണ്. അപ്പോൾ അതിന് പാടാനുള്ള ആളിനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് ഭയങ്കര ബിസിയാടാ എനിക്ക്. അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ യൂത്ത് ഐക്കൺ ആക്കേണ്ടത്. ഞാൻ എപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാ. ഇന്ന് വബീഷിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണല്ലേ, 1ാം പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ റയാൻ മോന് 1000 പിറന്നാൾ ഉടനെ ഒരു വീഡിയോ എടുത്ത് ആ കുട്ടിക്ക് ഇട്ട് കൊടുക്കും. അമ്മ അത്ര അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തലമുറയുടെ സിനിമകളും കാണുന്നുണ്ടായിരിക്കും. അയ്യോ എല്ലാ സിനിമയും കാണും. അപ്പൊ ഇപ്പൊ ഉള്ള ജനറേഷനിലെ ലീഡിങ് യങ് സ്റ്റാർസിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാ? എനിക്ക് ഞാൻ പറഞ്ഞുതരാം, ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ. എനിക്ക് പ്രകാശ് വർമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. തുടരും സിനിമ കണ്ടില്ലേ, അങ്ങനോട് എനിക്ക് ഭയങ്കര സ്നേഹം. ജോർജ് സാറിന് ജോർജ് സാറിനെ ഞാൻ എന്തൊരു ഇഷ്ടമാണ് അയാളോട്. ഞാൻ അയാളെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത്, ജഗന്നാഥ വർമ്മ സാറിൻ്റെ അല്ലേ സാറ്, ഞങ്ങൾ അച്ഛനും അമ്മയായിട്ട് ഒരുപാട് ചേച്ചി എന്തിനാണ് ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുന്നത്, എനിക്കറിയത്തില്ലേ. ഞാൻ പറയും എനിക്ക് എന്ത് ഇഷ്ടം തോന്നിയെന്നറിയോ, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം അവർ വിചാരിക്കും ഇവർക്ക് എന്തെന്ന് ചോദിക്കും. അങ്ങനെയല്ല, നമ്മൾ ആ ക്യാരക്ടർ കണ്ടിട്ട് ഉള്ള ഇഷ്ടമാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ ഇപ്പം ആറ്റുകാൽ അമ്പലത്തിൽ പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ഒരു മലപ്പുറത്തുള്ളൊരു സ്ത്രീ അവർ ഓടി വന്നു. അവർ പേര് പത്മിനി എന്നാണ്. അവരോടി വന്നു, അയ്യോ എനിക്ക് ഈ മുഖം ഭയങ്കര ഇഷ്ടമാണ്, അയ്യോ എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നു. അവരെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നപ്പോൾ അവർ ഓമനക്കുട്ടി എന്ന് വിളിക്കും. അതുപോലെ ഫാത്തിമ ടീച്ചർ കൊടുങ്ങല്ലൂർ കളയണം. അവരൊന്നും ഒരിക്കലും ഞാൻ കാണുമെന്നേ വിചാരിച്ചു. ഗ്രൂപ്പിലുള്ള ടീച്ചറാണ് അവർ. ഈ പൂജപ്പുര ഈ ഹോട്ടലിൽ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഈ സ്ഥലങ്ങൾ കാണാൻ പോയില്ല. ആ ടീച്ചർ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചു, അയ്യോ ഓമന പൂജപ്പുര കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു, അടുത്താണോ വീട്? ഉടനെ ഞാൻ അയ്യോ ടീച്ചറെ അടുത്താ. ഞാൻ പറയാത്ത താമസം പെട്ടെന്ന് ഒരു സാരി എടുത്തോണ്ട് ഒറ്റ ഓട്ടമാണ്. അവർ പോകാൻ പോണ്. അവിടെ വെച്ച് ഞാൻ ടീച്ചറിന്റെ കൂടെ ഫോട്ടോ എടുത്ത്. അമ്മയുടെ ഈ ഷോക്കേസിൽ തന്നെ നമുക്ക് ദുൽഖറിനെ കാണാം, ഇന്ദ്രജിത്തിനെ കാണാം, കുഞ്ചാക്കോ ബോബനെ കാണാം, എല്ലാ യങ്സ്റ്റേഴ്സും മക്കളെല്ലാവരും. അപ്പം അവരിൽ ഒരാള് പക്ഷെ ഒരു സങ്കടം എന്താണെന്നറിയാം, ഇപ്പൊ ഈ അടുത്ത അമ്മയുടെ മീറ്റിങ്ങിൽ ഇവരാരും വരുന്നില്ല. അതെന്താ? എനിക്കറിയത്തില്ല. കഴിഞ്ഞ 2 വർഷമായി ദുൽഖറിനെ കണ്ടിട്ട്. കുഞ്ചാക്കോ ബോബനെ കണ്ട് വോട്ട് ചെയ്യാൻ വന്നിരുന്നു. പിന്നെ ഇന്ദ്രജിത്ത് സ്ഥിരാജിനെ കണ്ടില്ല. മഞ്ജു വാര്യർ കിടക്കാൻ നല്ല കൂട്ടാണ്, നല്ല കുട്ടിയാണ്. മഞ്ജു വാര്യരുടെ അമ്മയായിട്ട് ഒരാഴ്ച 2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ സംസാരിക്കും. അമ്മയെ പറ്റി പറഞ്ഞപ്പോഴും മഞ്ജു വാര്യരെ പറ്റി പറഞ്ഞപ്പോഴും എനിക്ക് ദിലീപേട്ടനെ ഓർമ്മ വന്നത്. കാരണം ഈ ഫോട്ടോയിൽ ദിലീപേട്ടൻ ഞങ്ങൾ കല്യാണത്തിന് പോയിരുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു ദിലീപിന്റെയും അല്ല മഞ്ജുവിന്റെയും കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ കവടിയാർ വെച്ച്. എൻ്റെ 2 മക്കളും ഞാനും ഒക്കെ കൂടെ പോയിരുന്നുണ്ട്. എൻ്റെ മക്കളുമായിട്ട് നല്ല അടുപ്പമാണ് മഞ്ജുവിന്. ഭയങ്കര നല്ല ജീവിതമായിരുന്നു മഞ്ജുവും ദിലീപിൻ്റെയും ഞാൻ കണ്ടതാണ്. പിന്നെ കാവ്യ കുഞ്ഞിലേ കാണുന്നതാണ്. കാവ്യ കുഞ്ഞിലേ അമ്മ ശ്യാമളയും മാധവനൊക്കെ കൊണ്ടുവന്ന് അവരെ എത്ര കുഞ്ഞിലേ ആ കുട്ടിയെ അറിയുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇവരെല്ലാം നമ്മൾ ഈ കടന്നു വന്ന വഴികളാണ്. ഇനിയിപ്പോൾ അവരെല്ലാം ഇനി എത്ര ഹൈ ലെവലിൽ ഇരുന്നാലും ഞാൻ അവരെ കുഞ്ഞിലേ മുതൽ കാണുന്നതാണ്.
എൻ്റെ അടുത്ത് ഇവരാരും ഒരു ജാടയും ഇവരാരും കാണിക്കാറില്ല, വളരെ സ്നേഹത്തോടു കൂടി. പിന്നെ ചില ആർട്ടിസ്റ്റുകൾ നടന്മാരുണ്ട് ചിലര്. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഹായ് മോനെ എന്ന് പറഞ്ഞാൽ അവർ വലിയ ആളായിട്ട് അവർ കേൾക്കാത്ത മാതിരിയാവും. ഈ കാലടി ഓമനയ്ക്ക് ഹായ് പറയണം എന്നുള്ള മട്ടിൽ പോകുന്ന ചില ആൾക്കാർ, അങ്ങനെയുള്ള ചില നടികളും ഉണ്ട്. അവരുടെ വിചാരം അവരെന്തോ ഭയങ്കര സംഭവമാണെന്നാണ്. പക്ഷെ അവരെ ആർക്കും അറിയത്തു പോലുമില്ല അവരിങ്ങനെ ഒന്നും. അവരൊക്കെ ഇപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ടോ? അയ്യോ ഉണ്ടെന്നേ, ഈ കഴിഞ്ഞ ആഴ്ചയും കണ്ടു അവരൊക്കെ ഉണ്ട്. അതൊന്നും പറയത്തില്ല, അതൊന്നും പറയത്തില്ല. ഞാൻ നിങ്ങൾ ഇപ്പോഴും ഒരു ആർട്ടിസ്റ്റ്, അവര് എത്രയോ കൊല്ലമായിട്ട് അറിയാം. ആ ആർട്ടിസ്റ്റ് എന്നെയും എൻ്റെ മകളെയും കണ്ടിട്ട് കാണാത്ത മാതിരി പോയി അവിടെ മനോഹരമായിട്ട് ഞാനും എൻ്റെ മകള്, കാരണം ആ പ്രൊഡ്യൂസർ അവിടെയുള്ളതാണ്, കാഞ്ചിമാല എന്ന് പറഞ്ഞൊരു സിനിമയിൽ എൻ്റെ മകളും നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ സുധീർ കരമന, ഇന്ദ്രൻസ്, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ നല്ല സ്നേഹമാണ്. ഇത് നല്ല മോനാന്നറിയാം, സൂപ്പറാണ്. ഞാൻ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. ഞാൻ അവനെ വിളിച്ചു, അവനൊരു ഉമ്മ കൊടുത്തായിരുന്നു ഇപ്പൊ കണ്ടപ്പോഴേ. ഈ കാഞ്ചിമാലയുടെ സെറ്റിൽ പോയപ്പോ എങ്ങനെ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ അച്ഛൻ എങ്ങനെ ഇരിക്കണു? അച്ഛനും ഞാനുമായിട്ടൊക്കെ കുറെ നല്ല പരിചയവും കൂടെ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ സന്ദേശം, സത്യനന്ദിക്കാണ്ട് ആ 3 ഇപ്പോഴും കൂടെ സന്ദേശത്തിലൊക്കെ എനിക്ക് നല്ല അടിപൊളി റോളാ. പിന്നെ ഈ ഒരുത്തരെ അറിയാൻ വയ്യാത്ത ആൾക്കാർ വരെ വലിയ നടികളാണ്, നടന്മാരാണെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ ഒരു റോഡിൽ നിന്നാ നമ്മുടെ മുഖം തിരിച്ചറിയുന്നെങ്കിൽ അതാണ് വേണ്ടത്. അവിടാണ് ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായി. അതിലൂടെ ഒരു ആക്ട്രസ് സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സീരിയൽ ഇൻഡസ്ട്രിയിലായാലും ഒരുപാട് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ല, ഉറപ്പില്ല എന്ന് പറയുന്ന മീ ടു ക്യാമ്പയിൻ നമുക്കൊരു 7 വർഷമായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, അമ്മ കുറച്ചുകൂടെ യങ് ഏജ് ആയപ്പോ, അതായത് ഇപ്പൊ ഒരു നാടകം സിനിമയിലൊക്കെ കയറിയ സമയത്ത് ആ സമയത്ത് മീ ടു ക്യാമ്പയിൻ ഉന്നയിച്ചിരുന്നെങ്കിൽ അമ്മ ആർക്കെങ്കിലും പണി കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പണി കൊടുക്കാനുള്ള വക ഉണ്ടായിട്ട് ആ ഒരു മീഡിയം ഇല്ലാത്തോണ്ട് അമ്മ കൊടുക്കാത്തതായിരുന്നോ? അത് ഞാൻ പറയാം, അത് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് നമ്മുടെ മസ്കറ്റ് ഹോട്ടലില് തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന പീഡനങ്ങൾ എങ്ങനെയാണ് എന്താണെന്നുള്ളതിൻ്റെ ഒരു അതിനകത്ത് ഹരിത നായർ, ദിവ്യ ഐസയ്യർ, 2 അവര്, പിന്നെ വീണ ജോർജൊക്കെ വന്നിട്ട് പോയി. നല്ലൊരു ഫങ്ഷനായിരുന്നു. അതിന് തൊഴിലിടങ്ങളിലെന്ന് മാത്രമല്ല, നമ്മൾ ബസ്സിൽ കയറുന്നു. ബസ്സിലാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്, എനിക്ക് തന്നെ. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ചങ്ങനാശ്ശേരി ബസ്സിൽ പോകുമ്പോൾ ഒരു ഹാൻഡ് ബാഗും ഇതും കാണും. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലേ, അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. പക്ഷെ എനിക്ക് നല്ല ധൈര്യമാണ് മക്കളെ, അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ അപ്പം തന്നെ കഴിച്ച് അവൻ്റെ മുഖത്ത് തൊട്ടി ഇടി വെച്ചു കൊടുത്തു. ഞാൻ അന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർഷം മുമ്പ് എനിക്ക് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴില്ലേ അതിൽ പോയ. അവര് കൊച്ചു പെണ്ണ് കാണാനൊക്കെ കൊള്ളാം, എനിക്ക് നല്ല മുടിയൊക്കെ ഉണ്ട്. അന്ന് മൊബൈലും കുന്തം ഒന്നും ഇല്ലല്ലോ. അവിടെ ചുമ്മാ പിന്നില്ലേ അവര് പറയും, എവിടെ പോണ നല്ല ചരക്കിങ്ങനെയൊക്കെ ഒരു വൃത്തികെട്ട ഇങ്ങനെയൊക്കെ വളരെ മോശമായ വാക്കുകൾ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണോ അന്ന് മോനേന്നൊന്നും അല്ലല്ലോ. അപ്പൊ ഞാൻ ചേട്ടാ ഇങ്ങനെയാണോ ചേട്ടൻ്റെ അമ്മയും അനിയത്തിയും ഒക്കെ പോകുമ്പോ ഇങ്ങനത്തെ വാക്ക് ഉപയോഗിക്കാമോ? എന്തിനാണ് ചേട്ടാ ഈ നാടക നടി, എന്നിട്ട് ആ പോണ നാടക നടിയൊക്കെ ഉണ്ടോ? എന്താണ് ചേട്ടാ നാടക നടിക്കുള്ള കുഴപ്പം എന്താ? നിങ്ങൾ ജോലി ചെയ്യുന്നത്, അയാൾ വർഷാപ്പ് ജീവനക്കാരന് പിന്നെ പറയാം, ക്ഷമ ചോദിച്ചു എൻ്റെ കൂടെ, എന്നിട്ട് പോണ് എൻ്റെ ലെവള് പോണ്, അവള് നാടകക്കാരിയാണ്, ഇങ്ങനെ പറയത്തില്ലേ? നാടകം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നതാണോ? 3 മണിക്കൂർ നല്ല കഴിവുള്ളൊരു സ്ത്രീക്ക് ഒരു പുരുഷനെ അത് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കഴിവില്ലാത്തവർ നാടക നടി, സിനിമാ നടി, സീരിയൽ നടി. ഈ നടി രേവതി ഇടയ്ക്ക് നടി എന്നുള്ള വാക്ക് നമ്മളെ നടി എന്ന് വിളിക്കരുത്, കാരണം അതൊരുമാതിരി ഒരു അധിക്ഷേപം എന്നുള്ള രീതിയിൽ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ അവളൊരു സിനിമാ നടിയാ. അപ്പം അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട് ഇവര് നടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുച്ഛിക്കുന്നു? അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനല്ല. ഞങ്ങൾ നാടകം കളിച്ചിട്ട് ഈ അമച്ചോർ നാടകങ്ങളൊക്കെ കളിച്ചിട്ട് വരുമ്പോൾ ഈ റോഡിന്റെ വക്കത്തും ഒക്കെ ഇരുന്നുകൊണ്ട് ഈ ചുമട്ട് തൊഴിലാളികളെ പോലെയുള്ള പല ആൾക്കാരും അവിടെ നിന്നുണ്ട്. വേണ്ടടാ കിളവനും ആ പെണ്ണും കൂടെ പോണം നോക്ക്, അവള് നാടക നടിയാണ് ലവള് എന്നിങ്ങനെ പറയും. അപ്പം നമുക്കൊരു വിഷമം തോന്നും. അപ്പം നമ്മളൊരു ഇൻസൾട്ട് ചെയ്യുന്ന മാതിരിയാണ്. പക്ഷെ ഇപ്പം ആരും അങ്ങനൊന്നുമില്ല. ഇപ്പം നമ്മളെ വിളിക്കുന്ന തന്നെ എന്ത് സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ കാണുന്ന. പിന്നെ നമ്മൾ തെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ,
അതിന് എനിക്കൊരു എതിർപ്പുണ്ട്. തൊഴിലിടങ്ങളിലാണെങ്കിലും എവിടെ പോകണമെങ്കിലും ഇപ്പോൾ ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഇപ്പം ഇങ്ങനെ തൊടുന്നതും രണ്ടും രണ്ടല്ലേ. അപ്പം ഇങ്ങനെ തൊടുന്നതിൻ്റെ അടുത്ത് നമ്മൾ പതുക്കെ ഒന്ന് നോക്കണം. ആദ്യം ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ നോക്കും. അവൻ വീണ്ടും ഒന്നും കൂടെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് പറയണം. പറഞ്ഞ് പിന്നെ അവൻ നാണക്കേടാണ്, പിന്നെ അവൻ ഒന്നും പറയില്ല. പിന്നെ ചിലരോട് ഞാൻ പറഞ്ഞിട്ട്, എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള ചിലർ എൻ്റെ ചെറുപ്പത്തിൽ മോശമായിട്ടും പറയാൻ ഞാൻ അവരെ തന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് അവരോട് ഞാൻ ചോദിക്കുന്നു, നാണമില്ലേ കളവ, വളരെ മോശമല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അമ്മ ഇത് ബസ്സിൽ നടക്കും. ഞാൻ ഇപ്പം എന്റെ ജോലി സ്ഥലത്ത് അമ്മ അഭിനയിക്കാൻ പോകുമ്പോഴും നമ്മുടെ അടുത്തൊരു ഡയറക്ടർ, കൂടുതൽ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അവരിതായിരിക്കും പറയുന്നത്, നിങ്ങൾക്ക് ഈ സിനിമ വേണം, ഈ റോള് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പിടിക്കും. നമ്മളാ പിടിയിൽ നിന്ന് കൊടുക്കണം. അവിടെ അമ്മ ഒന്ന് ഇടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന കോലാഹലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലും ഡിബേറ്റിന് വന്ന ഒരു വിഷയം. ഇപ്പൊ എല്ലാരും പറയുന്നില്ലേ, എന്നെ അവൻ പീഡിപ്പിച്ച് 8 കൊല്ലം പീഡിപ്പിച്ച്, 3 കൊല്ലം പീഡിപ്പിച്ച്, 2 കൊല്ലം പീഡിപ്പിച്ചെന്ന്. അവൾക്ക് ഒറ്റ പ്രാവശ്യം പീഡിപ്പിക്കുമ്പോൾ അവൾക്ക് പറഞ്ഞൂടെ? അല്ല ഒരു ഞാൻ ചോദിച്ചിട്ട്, ഇപ്പം ഞാൻ എൻ്റെ ഈ വീട്ടിൽ ഇരിക്കുന്നത്, എന്നെ ഒരാൾ വന്ന് എന്നെ അങ്ങനെ എൻ്റെ ഇഷ്ടത്തോടു കൂടിയാണ് അവൻ എന്നെ എൻ്റെ കൂടെ വന്നിരുന്നിട്ട് പീഡിപ്പിച്ചെന്നല്ല, നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ഇരുന്നിട്ട് പോകുന്ന. അവൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയണം, അവൻ മഹാലവലേത തന്നെ അവൻ എന്നെ പീഡിപ്പിച്ചു. നമ്മളെ ഇഷ്ടമില്ലാതെ ഒരാൾ പോലും നമ്മുടെ ദേഹത്ത് തൊടത്തില്ല. നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരാൾ ദേഹത്ത് തൊടത്തുള്ളൂ. നമ്മൾ ഇഷ്ടമില്ലാതെ തൊടുന്നതാണ് തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റേ പ്രശ്നം. അപ്പം നമുക്കത് പറയാമല്ലോ, ചേട്ടാ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ അവര് ആ വഴിക്ക് അങ്ങ് പോകും. നമുക്കൊരു റോള് കിട്ടും, നമുക്കല്ലെങ്കിൽ ഒരു അവസരം കിട്ടും, നമ്മൾ ഒരു ചെന്ന് ചാഞ്ഞു നോക്കും. ഇപ്പൊ ഒന്ന് അവരോട് വെക്കാനൊന്ന് പറഞ്ഞാൽ എന്താ. അങ്ങനെ പോയവരാണ് കൂടുതലും പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. അതില അയാൾക്ക് മാത്രമല്ല പങ്ക്, അവർക്ക് 2 പേർക്കും ഇല്ലേ. എനിക്ക് ആ റോള് ഇപ്പൊ ഇഷ്ടപ്പെട്ടു, എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും അഭിനയിക്കാൻ പോകുമ്പോൾ ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറുമ്പോൾ അവൾക്ക് പറയാമല്ലോ, എനിക്ക് ഇതിൽ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് ഇങ്ങനെയാണ്. അപ്പം അതിൽ നമ്മൾ പിന്മാറിപ്പോണം. നമുക്കിഷ്ടമില്ലെങ്കിലേ നമ്മൾ അതിൽ നിന്ന് പിന്മാറിയാൽ പോരെ. സ്ഥിരം കേൾക്കുന്ന ഒരു വാചകമാണ് ഇപ്പൊ ഒരുപാട് പേർക്കായാലും, നടിമാരെ, ഇപ്പോഴത്തെ നായികമാരെ ആയാലും, ഈ പറയുന്ന സീരിയൽ ആൾക്കാരായാലും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തതിന്റെ മെയിൻ റീസൺ ആ ഇൻഡസ്ട്രി ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെ നിന്നാലേ അവര് വളരത്തോളൂ, അവർക്ക് ചാൻസ് കിട്ടത്തോളൂ. അപ്പം ഒരുപാട് പേര് ഇങ്ങനെ ആയിരിക്കില്ല വന്നത്, വളരെ നല്ല രീതിക്കും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വന്ന ആൾക്കാരുടെ അവരൊന്ന് ഫ്ലറിഷായി നല്ല രീതിക്ക് വരുമ്പോ അവര് കേൾക്കുന്നത് അവര് വേറെ രീതിക്ക് പോയാണ് ആ ഒരു രീതിക്ക് റോള് കിട്ടിയത്. അപ്പം അങ്ങനെ ഒരുപാട് അധിക്ഷേപങ്ങൾ അങ്ങനെയൊക്കെ പലർക്കും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് സംശയം തോന്നിയിട്ടുള്ളതും അങ്ങനെയൊക്കെ ഉള്ളവർ എല്ലാവരും ചെറുപ്പമായിരിക്കുമ്പോൾ ഇപ്പൊ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ്, നീ കാണാൻ സുന്ദരിയായ ഒരു പെണ്ണ്, നിന്നോടത്ത് ഒരാൾ പറയണ, അയ്യോ മിനു നീ എന്ത് നല്ല ഭംഗിയാണ്, മിടുക്കിയാണ്, നിന്നെ എനിക്കിഷ്ടമാണ്. അപ്പം നിനക്ക് കുടുംബ പ്രാരാബ്ദമൊക്കെ ഉണ്ടെങ്കിൽ നീ പറയും, ചേട്ടാ എനിക്കിപ്പോൾ അതിനോട് താല്പര്യമില്ല, എൻ്റെ വീടൊക്കെ. എൻ്റെ പേരക്കുട്ടികളോട് കൂടെ പഠിച്ച കുട്ടികളെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കും. അപ്പം ഈ കുട്ടികൾ പറഞ്ഞ എന്താണെന്നറിയാം, എനിക്ക് തന്നെ അതിശയം, വേണ്ടടാ ഇപ്പം നമുക്ക് പഠിക്കാടാ, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ് നമുക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് നോക്കാം എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ല അവർ പറയുന്നത്. ഇപ്പം 2 പേരക്കുട്ടി പിള്ളേരും 2 മിടുക്കികളാണ്, കാണാൻ സുന്ദരികളാണ്. അവരെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ നമുക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്തുള്ള ഞങ്ങളെ ലൈഫിൽ ഒരു സംശയം വരുന്നില്ല. മറ്റേ അവർക്ക് പരസ്പരം ഇപ്പം ഞാൻ ഒരു നടിയും നടനുമാണ്, കല്യാണം കഴിച്ച് ഞാൻ വീട്ടിൽ ഇരിക്കുന്നു, അയാൾ പോകുമ്പോൾ ഈ വീട്ടിൽ ഇരിക്കുന്നവൾ സങ്കടപ്പെട്ടിരിക്കും, അയ്യോ ഇന്ന് ചേട്ടാ അവളും മറ്റവളോട് അഭിനയിക്കേണ്ടത്, ദൈവമേ എന്തുവാണോ അവളാണെങ്കിൽ ഇത്ര ശരിയല്ല, ഇങ്ങനെയൊക്കെ അവൾ വേദിനിക്കും. ഒരുപാടുണ്ടാവുന്നു മാത്രമല്ല ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ കാറിനകത്തിരിക്കുമ്പോൾ അവൾ മുമ്പ് ആക്ട്രസ് ആയിരുന്ന പെണ്ണാണ്. ചേട്ടാ എവിടെ എത്തി, നീ എന്തോന്നാ ലിമിറ്റ് കുറേപ്പോഴെപ്പോഴും ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കണം, ഞാൻ വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയും. അല്ല ചേട്ടാ പാലും പഴവും ഒക്കെ വാങ്ങിച്ചോണ്ട് വരാം. ഭയങ്കരമായിട്ട് ദേഷ്യം നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഉടനെ അവൾ എന്ത് ചെയ്യുന്ന കുഞ്ഞിൻ്റെ മോള് പറയും, അച്ഛാ വരുമ്പോൾ എനിക്ക് ഇത് വാങ്ങിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ ഇത് വരണം. അപ്പം അയാൾ വളരെ സ്നേഹത്തോടു കൂടി ആ കുഞ്ഞിന് മറുപടി പറയുന്നു. അതുപോലെ തന്നെ പെണ്ണുങ്ങളും അതുപോലെ എന്തോന്ന് ചേട്ടാ എത്ര പ്രാവശ്യം വിളിക്കണം, ഞാൻ വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് അവരും പറയും. അപ്പം ഞാൻ പറയുന്ന പരസ്പര വിശ്വാസം നമുക്ക് വേണം. ഒരു പക്ഷേ 2 പേർക്കും പോരായിക ഉണ്ടെങ്കിലും
നമ്മളൊരാൾ കണ്ണടയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ വിശ്വാസത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൈവിട്ടു പോകും. അതുകൊണ്ടാണ് ഡൈവേഴ്സൊക്കെ കൂടുന്നതും ഒക്കെ. അപ്പൊ അമ്മയുടെ ജീവിതത്തില് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഇപ്പൊ ഹസ്ബൻഡിന്റെ മരണം അല്ലാതെ മറ്റെന്തെങ്കിലും ഏറ്റവും ദുഃഖം വന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ദുഃഖം തോന്നിയിട്ടുള്ളൊരു ഇൻസിഡന്റോ ഒരു വിഷയമോ? അതെനിക്ക് എൻ്റെ കൂടെ ഈ ആനന്ദരാഹു എന്ന് പറഞ്ഞൊരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അടുത്ത് 2 കൊല്ലമൊന്നും ആവത്തില്ല, 1.5 കൊല്ലമേ ആവുള്ളൂ. അതിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന രഞ്ജിഷ എന്ന് പറയുന്ന എറണാകുളത്തുള്ളൊരു കുട്ടി. അവൾ നല്ല മിടുക്കിയ ഒരു പെണ്ണാണ്. അവൾ എല്ലാം നല്ല സന്തോഷവും വളരെ ഇതായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ അവൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അവൾ ഒരു കുഞ്ഞൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതിന് ഒരു 4-5 ദിവസത്തിന് മുമ്പ് ഞാൻ ഉടുക്കുന്ന സാരികളുടെ ഇത് അവളെപ്പോഴും പറയും, ഞാൻ ഇന്ന് വ്യത്യസ്തമായ ഒരു വേഷം ഇട്ട ഇത്, അല്ലെങ്കിൽ ഞാൻ പട്ട് സാരി അതാണ് ഞാൻ എപ്പോഴും ഇടും. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട്. അതിന് കാരണമുണ്ട്. ഈ സാരി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഡോക്ടർ സൗജി എന്ന് പറഞ്ഞ ഒരു പന്തളത്തുള്ളതാണ്, നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് പ്രബന്ധങ്ങളൊക്കെ അയക്കുന്നത്, മകനെ പോലെയുള്ള. എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഈ സാരിക്ക് വെറും 350 രൂപയുള്ളൂ ഈ സാരിക്ക്. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഇത് കണ്ടപ്പോൾ ആ പുള്ളിക്കാരാണ്, ചേച്ചിയുടെ ആ സാരി നല്ല രസമുണ്ട് കേട്ടോ ചേച്ചി, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇതേപോലത്തെ ഒരു സാരി എൻ്റെ കവിതയ്ക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറെ സൗജിക്ക് വേണ്ടി ഇന്ന് ഈ സാരി ഉടുക്കാം, എന്നിട്ട് ഇത് സൗജി ഒക്കെ കാണട്ടെ. ആ കുട്ടി ഞാൻ ഉടുക്കുന്ന സാരിയൊക്കെ നല്ലതാന്ന് പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.